മഹത്വത്തിൻ സാന്നിധ്യം, ദൈവവചനത്തിൻ അഭിഷേകം, മഹിമയിൽ വാണിടും യേശു കർത്താവിന്റെ സാന്നിധ്യം. നിൻ വചനം ധ്യാനിക്കുമ്പോൾ. ഹല്ലേലൂയ. കർത്താവിൽ പ്രിയപ്പെട്ടവരെ, മഹത്വത്തിൻ സാന്നിധ്യം. ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുന്നു. 40-ാം സങ്കീർത്തനം 4-ാം തിരുവാക്യം. കർത്താവിനെ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ. കർത്താവിനെ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ. ആരാണ് ഭാഗ്യവാൻ? ആരെല്ലാം കർത്താവിനോടുള്ള ആശ്രയത്വത്തിൽ ജീവിക്കുന്നുവോ അവരെല്ലാം ഭാഗ്യവാന്മാരാണെന്ന് ദൈവത്തിന്റെ തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുകയാണ്. പൂർണ്ണമായും ഈ വചനത്തിൽ ഹൃദയമുറപ്പിച്ച് ആയിരിക്കുന്നിടത്ത് നമ്മളെല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക. നമ്മുടെ കുടുംബങ്ങളിൽ ദൈവ സാന്നിധ്യം ഇറങ്ങി വരുവാൻ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. വലതുകരം സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിക്കുന്നു. പരിശുദ്ധ അമ്മയുടെയും സകല വിശുദ്ധരുടെയും സ്വർഗീയ സാന്നിധ്യം നമ്മോടൊപ്പമുണ്ട്. ഈ സാന്നിധ്യ നിറവിൽ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവായ ദൈവമേ, പരിശുദ്ധാത്മാവിനെ വർഷിക്കണമേ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ, അനുഗ്രഹത്തിന്റെ ആത്മാവായി, കൃപയുടെ ആത്മാവായി, പ്രാർത്ഥനയുടെ ആത്മാവായി, പരിത്യാഗത്തിന്റെ ആത്മാവായി ഞങ്ങളിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ, അതിനെ ശുശ്രൂഷയ്ക്കായി ഹൃദയത്തെ ഒരുക്കണമേ. രോഗികളെ സുഖപ്പെടുത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് നൽകുന്ന ഒരു പുതിയ ജീവിതത്തിനായി പരിശുദ്ധാത്മാവിനോട് നമുക്ക് നൽകപ്പെടുന്ന പുത്തൻ കൃപയ്ക്കായി ആഗ്രഹിച്ചുകൊണ്ട് കരമടിച്ച് നമ്മൾ ഒരുമിച്ച് പാടി പ്രാർത്ഥിക്കുന്നു. We worship Lord. We worship Holy Spirit. പുതിയൊരു ജനനം നൽകും പരിശുദ്ധാത്മാവേ, പുതിയൊരു ശക്തിയിലുണരാൻ കൃപ നീ ചൊരിയണമേ. ആത്മാവേ, ആയിരങ്ങളിൽ പതിനായിരങ്ങളിൽ കത്തിപ്പടരണമേ. മാനസാന്തരത്തിന്റെ കൃപയായി, അനുതാപത്തിന്റെ അഭിഷേകമായി നിറഞ്ഞൊഴുകണമേ. കൃപ നീ നൽകണമേ. നമ്മൾ ഒരുമിച്ച് പാടുന്നു. പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ നിറയണമേ. നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക്, കൂട്ടായ്മകളിലേക്ക് വരിക പരിശുദ്ധാത്മാവേ. അഭിഷേകമായി, കൃപയായി, ജീവനായി, ശക്തിയായി വരണമേ. കരങ്ങൾ ഉയർത്തി അടിച്ചു പാടാം. കവിഞ്ഞൊഴുകണമേ. ലോകരാജ്യങ്ങളിലേക്ക്, ഭൂഖണ്ഡങ്ങളിലേക്ക്, ഞങ്ങൾ അനുഭവിക്കുന്ന എല്ലാ പ്രതിസന്ധികളിലേക്ക്, ഞങ്ങളുടെ സമർപ്പിത സമൂഹങ്ങളിലേക്ക്, കർത്താവേ, ദേശാന്തരങ്ങളിലേക്ക് ഇരു കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി ദൈവത്തിന്റെ പരിശുദ്ധാത്മ നൽകുന്ന അഭിഷേക കൃപകൾക്കായി ആഗ്രഹിച്ചുകൊണ്ട് നമ്മുടെ കുടുംബങ്ങളിൽ, കൂട്ടായ്മകളിൽ, സഭാ സമൂഹങ്ങളിൽ, ദേശങ്ങളിൽ അഭിഷേകം തീ കത്തുവാൻ നമ്മൾ ഒരുമിച്ച് സ്തുതിച്ചു പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. വരിക പരിശുദ്ധാത്മാവേ, പതിനായിരങ്ങളിൽ ജനലക്ഷങ്ങളിൽ നിറയണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വരിക പരിശുദ്ധാത്മാവേ. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന ജനഹൃദയങ്ങളിൽ വിശ്വാസത്തിന്റെ ആത്മാവായി നിറയണമേ. രോഗികളെ സുഖപ്പെടുത്തണമേ. പാപശക്തികളെ നിർവീര്യമാക്കണമേ. ദൈവ സാന്നിധ്യത്താൽ ഞങ്ങളുടെ കുടുംബങ്ങളെ പ്രകാശിപ്പിക്കണമേ.
ഞങ്ങളുടെ നിയോഗങ്ങൾ ആശീർവദിക്കണമേ. വിവിധ നിയോഗങ്ങളുമായി ഈ സ്തുതി ആരാധന പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന 10,000ങ്ങളുടെ കണ്ണീര് കണ്ട് ദൈവത്തിന്റെ ആത്മാവേ അവർക്ക് ഉത്തരം നൽകണമേ. ബ്ലെസ് ബ്ലെസ് ലോർഡ്, ബ്ലെസ് ലോർഡ്. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളായിരിക്കുന്നിടത്ത് കരങ്ങൾ പരസ്പരം കോർത്തു പിടിച്ച് നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യകാമാതാവിനോട് ചേർന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ആവേ ആവേ അമ്മേ അമ്മേ അമലേ അമലേ മരിയേ. ചേർന്ന് പാടാം. ആവേ ആവേ അമ്മേ. സ്നേഹത്തോടെ സ്നേഹത്തോടെ വിളിച്ചേ. സ്വർഗത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വരുന്ന സമയം, അത്ഭുത ഡെലിവറൻസുകൾ വെളിപ്പെടുന്ന സമയം. ആവേ ആവേ അമ്മേ അമ്മേ അമലേ അമലേ മരിയേ. ആവേ മരിയ, അമലേ അമലേ മരിയേ. പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ പൊന്നു അമ്മേ, ഞങ്ങളെല്ലാവരും ആത്മനിറവോടെ ജീവിക്കുവാൻ അമ്മയോട് നൽകപ്പെടുന്ന സ്വർഗീയ ദൂതുകൾ സ്വീകരിച്ച് ഞങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുവാൻ, അനേകരുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി പരിത്യാഗങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുവാൻ, പ്രവർത്തിക്കുവാൻ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. ആമേൻ. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നമ്മെ അനുഗ്രഹിക്കുന്ന കർത്താവിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ പ്രത്യാശയുള്ളവരാകാം. മറിയം സ്വർഗത്തിൻ്റെ ശബ്ദം ഈ വചന ശുശ്രൂഷയിലൂടെയാണ് കർത്താവിൻ്റെ ആത്മാവ് നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ ഫാത്തിമ സന്ദേശത്തിലൂടെ കർത്താവ് നമുക്ക് നൽകിയ ദൂതുകൾ നമ്മൾ ശ്രവിക്കുകയായിരുന്നു. നമ്മുടെ ഈ കാലഘട്ടവുമായി ഫാത്തിമ സന്ദേശങ്ങൾക്ക് ഒരുപാട് ബന്ധമുണ്ട്. അത് ഈ കാലഘട്ടത്തിൻ്റെ സന്ദേശമാണ്. ഈ ജൂബിലി വർഷത്തിൽ ഫാത്തിമ പ്രത്യക്ഷീകരണത്തിലൂടെ സ്വർഗം നമുക്ക് നൽകിയ അഭിഷേക ദൂതുകൾ എന്തുമാത്രം അർത്ഥവത്താണെന്ന് നമ്മൾ തിരിച്ചറിയണം. വെളിപാടിന്റെ പുസ്തകം 12-ാം അധ്യായം 17-ാം തിരുവാക്യം. അപ്പോൾ സർപ്പം സ്ത്രീയുടെ നേരെ കോപിച്ചു. ദൈവകൽപ്പനകളെ കാക്കുന്നവരും യേശുവിനെ സാക്ഷി വഹിക്കുന്നവരുമായി അവളുടെ സന്താനങ്ങളിൽ ശേഷിച്ചിരിക്കുന്നവരോട് യുദ്ധം ചെയ്യാൻ അത് പുറപ്പെട്ടു. ഈ വചനത്തിലൂടെ ദൈവത്തിന്റെ ആത്മാവ് എന്താണ് നമ്മോട് സംസാരിക്കുന്നത്? നമുക്കെല്ലാവർക്കും സുപരിചിതമായ തിരുവാക്യമാണിത്. അപ്പോൾ സർപ്പം സ്ത്രീയുടെ നേരെ കോപിച്ചു. നമുക്കറിയാം ആരാണ് ഈ സ്ത്രീ. ഇത് പരിശുദ്ധ മറിയമാണ്. ഉൽപ്പത്തിയുടെ പുസ്തകം 3:15 ദൈവം പറഞ്ഞ സ്ത്രീയാണ് വെളിപാടിലെ കന്യകയായ ഈ സ്ത്രീ. അത് നമ്മുടെ അമ്മ തന്നെയാണ്. ആരാണ് ഈ സർപ്പം? വെളിപാടിന്റെ പുസ്തകം 12:9 നമ്മൾ കാണുന്നുണ്ട്. അപ്പോ സർവ്വലോകത്തെയും വഞ്ചിക്കുന്ന പിശാചെന്നും സാത്താൻ എന്നും വിളിക്കപ്പെടുന്ന ആ പുരാതന സർപ്പം, ഈ പുരാതന സർപ്പം പ്രിയപ്പെട്ടവരെ പിശാചാണെന്ന് ദൈവത്തിന് തിരുവെഴുത്ത് പഠിപ്പിക്കുകയാണ്. അപ്പൊ സാത്താനും മറിയും തമ്മിലുള്ള ഫൈറ്റാണിത്, യുദ്ധമാണിത്. സൂര്യനെ ഉടയാടിയാക്കിയ സ്ത്രീ. പരിശുദ്ധമ്മ പറഞ്ഞു ഇത് നിർണായകമായ ഒരു യുദ്ധമാണ്. ഈ യുദ്ധത്തിൽ പിശാച് എന്താ ചെയ്യുന്നത്? ദൈവ കൽപ്പനകൾ പാലിക്കുന്നവരും യേശുക്രിസ്തുവിനായി സാക്ഷ്യം വഹിക്കുന്നവരുമായ അവളുടെ സന്താനങ്ങൾ അരികിലേക്ക് യുദ്ധം ചെയ്യാൻ പുറപ്പെട്ടു. അപ്പൊ ദൈവ കൽപ്പനകളെ തകിടം മറിക്കുവാൻ, സഭയുടെ വിശ്വാസ സത്യങ്ങളെ ഇല്ലാതാക്കുവാൻ, യേശുക്രിസ്തുവിനെ ധീരതയോടെ സാക്ഷ്യം വഹിക്കുന്നവരുടെ സമർപ്പണത്തെ, ജീവിത വിശുദ്ധിയെ കെടുത്തിക്കളയുവാൻ ഇന്ന് തന്ത്രപൂർവം പിശാച് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരു നിർണായകമായ യുദ്ധത്തിലാണ്. ഈ യുദ്ധത്തിൽ കർത്താവിൻ്റെ സഭയെ നയിക്കുന്ന സ്വർഗത്തിന്റെ സൈന്യാധിപയാണ് പരിശുദ്ധ കന്യകാമറിയം. പരിശുദ്ധ മറിയത്തിലൂടെ സ്വർഗം നമുക്ക് നൽകുന്ന ഓരോ ദൂതും അത് ദൈവ കരുണയുടെ അടയാളങ്ങളാണ്. നമ്മളത് കേട്ട് രസിച്ച് സന്തോഷിച്ചു പോകാനല്ല. ഈ സന്ദേശങ്ങളിലൂടെയെല്ലാം ദൈവമാണ് സംസാരിക്കുന്നത്. ദൈവസ്നേഹത്തിന്റെ താക്കീതുകളാണ് ഇതിലൂടെ എല്ലാം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോസ്തലനായ പൗലോസ് സഭയെ അറിയിക്കുകയാണ്. റോമാക്കാർക്ക് ലേഖനം 2-ാം അധ്യായം 4-ാം തിരുവാക്യം, നിന്നെ അനുതാപത്തിലേക്ക് നയിക്കുക എന്നതാണ് ദൈവത്തിന്റെ കരുണയുടെ ലക്ഷ്യമെന്ന് നീ അറിയുന്നില്ലേ? ഇതെന്തൊരു വചനമാണിത്! ദൈവസ്നേഹത്തിന്റെ താക്കീതുകള് നമുക്കറിയാം. ഇന്ന് നടമാടിക്കൊണ്ടിരിക്കുന്ന പ്രകൃതിക്ഷോഭങ്ങള്, വലിയ വലിയ കൊടുങ്കാറ്റുകള്, ഭൂകമ്പങ്ങള്, അതുപോലെ തന്നെ ചില ചുഴലിക്കാറ്റുകള്, കടുത്ത പേമാരികള്, ഇങ്ങനെ അനേകം പ്രകൃതിക്ഷോഭങ്ങള് ഈ നാളുകളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും അവിചാരിതമല്ല. ഇതിലൂടെയെല്ലാം ദൈവം നമ്മോട് സംസാരിക്കുകയാണ്. എന്താ സംസാരിക്കുന്നത്? മനസാന്തരപ്പെടുക, അനുതപിക്കുക, പാപം പൂർണ്ണമായും വിട്ടുപേക്ഷിച്ച് കർത്താവിലേക്ക് മടങ്ങി വരിക. ദൈവസ്നേഹത്തിന്റെ താക്കീതുകൾ പരിശുദ്ധ മറിയത്തിലൂടെ സ്വർഗം നൽകുന്ന ഓരോ സന്ദേശവും ഇത് തന്നെയാണ്. നമ്മെ അനുതാപത്തിലേക്കും മാനസാന്തരത്തിലേക്കും ദൈവ ഐക്യതയിലേക്കും നയിക്കുവാനുള്ള സ്വർഗത്തിന്റെ അടയാളങ്ങൾ. വളരെ വിശുദ്ധിയോടെ ജീവിച്ച ഒരു വന്യ വൈദികനായിരുന്നു സ്നേഹബഹുമാനപ്പെട്ട ഫാദർ സ്റ്റെഫാനോ ഗോപി. പരിശുദ്ധ അമ്മ ഈ വന്യ വൈദികന് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു: എന്റെ പ്രവർത്തനത്തെ തടയാൻ എന്റെ ശത്രുവായ പിശാച് ആകുന്നത് മുഴുവൻ ചെയ്യും എന്നതിൽ അതിശയോക്തിയില്ല. ഞാൻ സഭയിൽ ചെയ്യുന്നവയെ പറ്റി സംശയങ്ങളും ആശയക്കുഴപ്പങ്ങളും സൃഷ്ടിക്കുക എന്നതാണ് അവന്റെ ഏറ്റവും വലിയ ആയുധം. ഇത് വളരെ പ്രാധാന്യതയുള്ള ഒരു സന്ദേശമാണ്. പരിശുദ്ധ അമ്മ സംസാരിക്കുകയാണ് അമ്മയുടെ പ്രത്യക്ഷീകരണങ്ങളെ കുറിച്ച്, അമ്മയിലൂടെ സ്വർഗം നൽകുന്ന ദൂതുകളെ കുറിച്ച് അതിൽ സംശയമുണ്ടാക്കുക, സഭയിലുള്ള അമ്മയുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് നമ്മളിൽ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കുക, ഇതിലൂടെ ആ സന്ദേശങ്ങളിൽ നിന്ന് അനേകരെ വ്യതിചലിപ്പിക്കുക, ആ സ്വർഗീയ ദൂതുകളിൽ അനേകരെ കൊണ്ട് വിശ്വസിപ്പിക്കാതിരിക്കുക. ഇവിടെ സാത്താൻ ഇന്ന് വളരെ തന്ത്രപരമായി വിജയിച്ചു കൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധ അമ്മ പറയുകയാണ്, ഇത് പിശാചിന്റെ ഒരു വലിയ ആയുധമാണ്. പ്രിയ സഹോദര സഹോദരി, ഒരു കൊച്ചു കുഞ്ഞിൽ നിഷ്കളങ്കതയോടെ പരിശുദ്ധ അമ്മയുടെ വാക്കുകൾ സ്വീകരിക്കാനും അമ്മയെ സ്നേഹിക്കുവാനും അമ്മയോട് നൽകപ്പെടുന്ന സന്ദേശങ്ങളോട് പ്രതികരിക്കുവാനും നമുക്ക് കഴിയണം. 1917 ജൂൺ മാസം 13-ാം തീയതി ജെസീന്തയും ലൂസിയും ഫ്രാൻസിസ്കോയും അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവരാദ്യം കണ്ടതുപോലെയുള്ള ഒരു ശക്തമായ ഇടിമിന്നൽ പോലെയുള്ള പ്രകാശധാര അവർ കാണുകയാണ്. ആ ഓക്കുമരത്തിൽ പരിശുദ്ധ അമ്മ വീണ്ടും അവർക്ക് പ്രത്യക്ഷപ്പെടുകയാണ്. ഫാത്തിമയിൽ അമ്മയുടെ 2-ാം പ്രത്യക്ഷീകരണം. ഈ പ്രത്യക്ഷീകരണത്തിൽ പരിശുദ്ധ അമ്മ പ്രത്യേകമായി അവരോട് പറഞ്ഞ കാര്യം ഇതാണ്: എൻ്റെ മക്കളെ, വിമല ഹൃദയ ഭക്തി ലോകത്തിൽ സ്ഥാപിക്കുക, വിമല ഹൃദയ ഭക്തി നിങ്ങൾ പ്രചരിപ്പിക്കുക, പരിശുദ്ധ മറിയത്തിന്റെ വിമല ഹൃദയത്തോടുള്ള സ്നേഹവും ആദരവിലേക്കും ജനങ്ങളെ കൂട്ടിക്കൊണ്ടുവരിക. സിസ്റ്റർ ലൂസിയോട് നമ്മുടെ അമ്മ പറഞ്ഞു, ഈ ലോകത്തിന് ദൈവം നൽകിയ മഹത്തരമായ 2 നന്മകളാണ്. ഒന്ന്, പരിശുദ്ധ ജപമാല പ്രാർത്ഥനയും, 2, പരിശുദ്ധ മറിയത്തിന്റെ വിമല ഹൃദയവും. ഇത് രണ്ടും
ഈ ലോകത്തിന് ദൈവം നൽകിയ മഹത്തായ 2 നന്മകളാണ്. വിമലഹൃദയ ഭക്തി. നമുക്കറിയാം, നോഹയുടെ നാളുകളിൽ ജലപ്രളയത്തിൽ നിന്ന് നോഹയും കുടുംബത്തെയും രക്ഷപ്പെടുത്തുവാൻ കർത്താവ് ഒരു പെട്ടകം നിർമ്മിക്കാൻ നോഹയോട് പറഞ്ഞു. ആ പെട്ടകത്തിൽ ആ കുടുംബത്തെ കർത്താവ് കയറ്റി അത്ഭുതകരമായ ആ പ്രളയത്തിൽ നിന്ന് നോഹയും കുടുംബത്തെയും ദൈവം സംരക്ഷിക്കുകയാണ്. ഇതുപോലെ ഈ കാലഘട്ടത്തിൽ പാപമാകുന്ന പ്രളയത്തിൽ നിന്ന്, മ്ലേച്ഛതകളും ലോകമോഹങ്ങളുടെ സുഖലോലുപതയുടെ പ്രളയത്തിൽ നിന്ന് നമ്മളെയൊക്കെ സംരക്ഷിക്കുവാൻ ദൈവം നമുക്ക് തന്നിരിക്കുന്ന അസുരക്ഷിതമായ ഹൃദയമാണ് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം. പരിശുദ്ധ അമ്മ ഈ കുഞ്ഞുങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ലൂസി ചോദിക്കും, ഞങ്ങളെയും സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമോ? ഈ സമയത്ത് പരിശുദ്ധ മറിയം പുഞ്ചിരിച്ചുകൊണ്ട് ആ 3 കുഞ്ഞുങ്ങളോട് പറയും, ജസീന്തയും ഫ്രാൻസിസ്കയും ഞാൻ ഉടനെ തന്നെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും. എന്നാൽ മകളെ ലൂസി, നീ ദീർഘനാൾ ഈ ലോകത്തിൽ ജീവിക്കും. നിന്നിലൂടെ എൻ്റെ വിമലഹൃദയ ഭക്തി ലോകത്തിൽ സ്ഥാപിക്കുവാനായി ദൈവം ആഗ്രഹിക്കുന്നു. ഫാത്തിമയിൽ ആ 2ാം പ്രത്യക്ഷീകരണത്തിന്റെ മുഖ്യ സന്ദേശം അതായിരുന്നു, വിമലഹൃദയത്തോടുള്ള ഭക്തി ലോകം മുഴുവനിലേക്കും വ്യാപിക്കുക, വിമലഹൃദയത്തോടുള്ള സ്നേഹം വർദ്ധിക്കുക. ലൂസി കാണുകയായിരുന്നു, പരിശുദ്ധ അമ്മയുടെ വലത് കൈയിൽ മുള്ളുകളാൽ ചുറ്റപ്പെട്ട ഒരു ഹൃദയം ലൂസി കണ്ടു. ലൂസിക്ക് മനസ്സിലായി, ഇത് മറിയത്തിൻ്റെ വിമല ഹൃദയമാണ്. നമുക്ക് സുരക്ഷിതമായൊരിടം, നമുക്ക് വളരെ സംരക്ഷണം നൽകുന്ന ഒരു സങ്കേതമാണ് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം. 1917 ജൂലൈ മാസം 13-ാം തീയതി ഫാത്തിമയിൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെടുന്ന 3-ാം പ്രത്യക്ഷീകരണം. പതിവ് പോലെ അവർ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഏതാനും ആളുകൾ അവരോടൊപ്പം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് മുൻപ് കണ്ടതുപോലെ ഒരു വലിയ മിന്നലൊളി ആകാശത്തു നിന്നുണ്ടാവുകയാണ്. ആ ഓക്കുമരത്തിൽ പരിശുദ്ധ അമ്മ അവർ കാണുകയാണ്. അമ്മ അവരോട് സംസാരിക്കും, മക്കളെ, നിങ്ങൾ എല്ലാ മാസവും ഇതേ ദിവസം ഈ സമയത്ത് ഇവിടെ വന്ന് പ്രാർത്ഥിക്കുക. ഒക്ടോബർ മാസത്തിൽ ഞാൻ വരുമ്പോൾ വലിയൊരു അത്ഭുതം ഞാൻ പ്രവർത്തിക്കും. ലോകം കാണുവാനായി, അനേകർ വിശ്വസിക്കുവാനായി ഞാൻ പ്രവർത്തിക്കുന്ന വലിയൊരു അത്ഭുതം. ഇത് പറഞ്ഞ് പരിശുദ്ധ അമ്മ തൻ്റെ ചൂണ്ടുവിരൽ ആകാശത്തേക്ക് നീട്ടുകയാ. ശക്തമായ മിന്നലൊളികൾ ആ സമയത്ത് പുറപ്പെടുകയാണ്. ആ 3 ഇടയ കുഞ്ഞുങ്ങൾ കാണുകയാ. ഒരു ഭൂമിയുടെ പ്രതലത്തിൽ നിന്ന് മാറി മറ്റൊരു പ്രതലത്തിലോട്ട് വരികയാണ്. ഒരു വലിയ അഗ്നി തടാകത്തിന്റെ മുൻപിൽ ഈ കുഞ്ഞുങ്ങൾ നിൽക്കുകയാ. ഇവരാകെ ഭയവിഹലരായി. കാരണം അഗ്നി തടാകത്തിൽ കുറെ പൈശാചികമായ ആത്മാക്കള്, കുറെ മനുഷ്യാത്മാക്കള് കാറുന്നു, അട്ടഹസിക്കുന്നു, മുറവിളിക്കുന്നു, ശാപവാക്കുകൾ പറയുന്നു. അഭീകരമായ ദർശനം കണ്ട് ഈ കുഞ്ഞുങ്ങൾ ഇങ്ങനെ നിൽക്കുമ്പോൾ പരിശുദ്ധ മറിയം ചോദിക്കും, മക്കളെ, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന എന്താ നിങ്ങൾക്ക് മനസ്സിലായോ? വളരെ നിഷ്കളങ്കതയോട് കുഞ്ഞുങ്ങൾ പറയും, നിങ്ങൾക്കൊന്നും മനസ്സിലാകുന്നില്ല. ഈ സമയത്ത് പരിശുദ്ധ അമ്മ പറയും, മക്കളെ, ഇതാണ് പാപികൾക്കായി ഒരുക്കപ്പെട്ടിരിക്കുന്ന നിത്യ നരകം, നരക ദർശനം പരിശുദ്ധ അമ്മ ആ 3 ഇടയ കുഞ്ഞുങ്ങൾക്ക് നൽകുകയാണ്. പരിശുദ്ധ അമ്മ പറയും, പ്രാർത്ഥിക്കുക, പ്രാർത്ഥിക്കുക, ലോകത്തിന്റെ പാപങ്ങൾക്ക് വേണ്ടി പരിത്യാഗങ്ങൾ അനുഷ്ഠിച്ച് പ്രാർത്ഥിക്കുക, പ്രായശ്ചിത്തം ചെയ്തു പ്രാർത്ഥിക്കുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹൃദയത്തിലേക്ക് തുളച്ചു കയറേണ്ട സ്വർഗത്തിന്റെ ദൂതുകളാണിത്. പരിശുദ്ധ മറിയത്തിലൂടെ നൽകപ്പെടുന്ന ഈ സന്ദേശങ്ങളൊന്നും വെറും വാക്കുകളല്ല, ഇത് കർത്താവിന്റെ വേദനയാണ്. ലോകത്തിന്റെ പാപങ്ങൾക്ക് വേണ്ടി പരിത്യാഗങ്ങൾ അനുഷ്ഠിച്ച് പ്രാർത്ഥിക്കുവാൻ പരിശുദ്ധ മറിയത്തിലൂടെ സ്വർഗം നമ്മോട് ആവശ്യപ്പെടുകയാണ്. ആ നരക ദർശനത്തിലൂടെ അമ്മ ഇതാണ് സഭാമക്കളായി നമ്മോട് ആവശ്യപ്പെട്ടത്. നമുക്കറിയാം,
സഭയിലെ വലിയൊരു വിശുദ്ധയാണ് വിശുദ്ധയായ മരിയ ഫൗസ്റ്റീന. ദൈവകരുണയുടെ അപ്പോസ്തലയാണ് അവള്. നമ്മുടെ കർത്താവ് മരിയ ഫൗസ്റ്റീനയ്ക്ക് നരകദർശനം കാണിച്ചു കൊടുക്കും. ഈ നരകദർശനം ഉണ്ടായപ്പോൾ ഫൗസ്റ്റീന തന്റെ ഡയറി കുറിപ്പിൽ, ദൈവകരുണയുടെ ഡയറി കുറിപ്പിൽ വ്യക്തമായി രേഖപ്പെടുത്തുന്നുണ്ട്, ദൈവത്തിന്റെ കൽപ്പനയാൽ നരകത്തിന്റെ അഗാധ ഗർത്തങ്ങൾ ഞാൻ സന്ദർശിച്ചു. ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചു, ഒരു നരകമുണ്ടെന്ന് അവിശ്വസിച്ച ആത്മാക്കളാണ് അവരിലേറെയും. അത് വലിയ പീഡകളുടെ ഒരു സ്ഥലമാണ്. എത്ര ഭയാനകരമായ രീതിയിൽ ബൃഹത്തും വിസ്തൃതവുമാണത്. ഞാൻ കണ്ട പീഡകൾ ഇവയാണ്. വിശുദ്ധയായ മരിയ ഫൗസ്റ്റീന പ്രകാരം സാക്ഷ്യപ്പെടുത്തുകയാണ്, നരകത്തിൽ താൻ കണ്ട ആത്മാക്കളിൽ അധികം പേരും ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നരകമില്ല എന്ന് വിശ്വസിച്ചവരാണ്. പിശാചിന്റെ ഏറ്റവും വലിയ ഡിസെപ്ഷൻ ആണത്. ഇവിടെ സാത്താൻ വിജയിക്കുന്നത്. നരകമില്ല, സ്വർഗമില്ല, ശുദ്ധീകരണ സ്ഥലങ്ങളില്ല, ഇത് കെട്ടുകഥകളാണ്, ഇത് മിഥ്യ ധാരണയാണ്, ഇത് ചുമ്മാ തമാശയാണ് എന്ന് ധരിപ്പിച്ച് അനേകം ആത്മാക്കളെ സുഖലോലുപതയുടെ പിടിയിൽ അമർത്തി നിത്യനാശത്തിലേക്ക് ഇന്ന് സാത്താൻ കൊണ്ടുപോവുകയാണ്. വിശുദ്ധയായ മരിയ ഫൗസ്റ്റീന കണ്ട കാര്യങ്ങൾ എന്തൊക്കെയാ? നരകത്തിൽ ഒന്നാം പീഡയായി അവൾ കണ്ടു ദൈവത്തിന്റെ അസാന്നിധ്യമായി, ദൈവമില്ലാത്ത അവസ്ഥ, ദൈവത്തിന്റെ അസാന്നിധ്യമായിരുന്നു. രണ്ടാമത്തെ പീഡയായി അവൾ കണ്ടത് നിരന്തരമായ മനസ്സാക്ഷി കുത്താണ്. മൂന്നാം പീഡ തന്റെ അവസ്ഥയ്ക്ക് ഒരിക്കലും മാറ്റമുണ്ടാകുന്നില്ല. നാലാം പീഡയായി അവൾ കണ്ടു ആത്മാവിനെ നശിപ്പിക്കാതെ ഭീകര വേദനയോടെ ചുഴിഞ്ഞിറങ്ങുന്ന ആത്മീയ അഗ്നി. അഞ്ചാം പീഡയായി അവൾ കണ്ടു നിരന്തരമായ ഇരുട്ടും ദുർഗന്ധവും. ഇരുട്ടാണെങ്കിലും ദുഷ്ടാരൂപികൾക്കും ശാപമേറ്റ ആത്മാക്കൾക്കും തങ്ങളെയും മറ്റുള്ളവരെയും തങ്ങളുടെയും അവരുടെയും മുഴുവൻ തിന്മകളും കാണാൻ സാധിക്കും. ആറാം പീഡയായി മരിയ ഫൗസ്റ്റീന കണ്ടു സാത്താന്റെ നിരന്തരമായ സാന്നിധ്യം. ഏഴാം പീഡയായി മരിയ ഫൗസ്റ്റീന കണ്ടു ഭീകരമായ നിരാശയും ദൈവത്തോടുള്ള വെറുപ്പും ദൈവദൂഷണങ്ങളും ശാപവാക്കുകളും. പിന്നെ ചില പ്രത്യേക ആത്മാക്കൾക്കായി വിധിക്കപ്പെട്ടിരിക്കുന്ന പ്രത്യേകമായ പീഡകളുമുണ്ട്. വിശുദ്ധയായ മരിയ ഫൗസ്റ്റീന പറയുകയാണ്, ഞാൻ ഇത് എഴുതുന്നത് ദൈവത്തിന്റെ കൽപ്പനയാലാണ്. നമ്മൾ ആരും നശിച്ചു പോകാതിരിക്കാൻ, നമ്മൾ മാനസാന്തരപ്പെടുവാൻ, നമ്മൾ വിശുദ്ധീകരണത്തിന് ജീവിതം നയിക്കുവാൻ, നമ്മൾ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി പരിത്യാഗങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുവാൻ ദൈവം കൊടുത്ത കൽപ്പന പ്രകാരം മരിയ ഫൗസ്റ്റീന ഇത് എഴുതി വെക്കുകയാണ്. ഇതിനുള്ള ബന്ധത്തിൽ അവസാനം വിശുദ്ധ മരിയ ഫൗസ്റ്റീന പ്രകാരം പറഞ്ഞു, അതിനാൽ നരകമില്ല എന്ന് ഒഴികഴിവ് പറയാനോ ആരും അവിടെ ഇതുവരെ പോയിട്ടില്ലെന്നോ അവിടെ എങ്ങനെയെന്ന് പറയാൻ ആർക്കും ആവില്ല എന്നോ വരുത്തി തീർക്കാൻ ആരും തുനിയാതിരിക്കട്ടെ. എത്ര ഭീകരമായി ആത്മാക്കൾ അവിടെ സഹിക്കുന്നു. അതിന്റെ ഫലമായി ഞാൻ പാപികളുടെ മാനസാന്തരത്തിനായി കൂടുതൽ തീഷ്ണതയോടെ പ്രാർത്ഥിക്കുന്നു. എത്ര മനോഹരമായ വാക്കുകളാണിത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ കേട്ട ഈ സന്ദേശങ്ങളൊന്നും വെറും മണ്ടത്തരമായ കഥകളല്ല. ഇതെല്ലാം നിത്യസത്യങ്ങളാണ്. ഫാത്തിമയിൽ പരിശുദ്ധമ്മ പ്രത്യക്ഷപ്പെട്ട ആ മൂന്നാം പ്രത്യക്ഷീകരണത്തിൽ പരിശുദ്ധമ്മ മുഖ്യമായും ലോകത്തോട് പറഞ്ഞ സന്ദേശം ഇതാണ്: ലോകത്തിന്റെ പാപങ്ങൾക്ക് വേണ്ടി, മനുഷ്യർ ചെയ്തു കൂട്ടുന്ന അതിക്രമങ്ങൾക്ക് വേണ്ടി, പാപങ്ങൾക്ക് വേണ്ടി പരിത്യാഗങ്ങൾ അനുഷ്ഠിച്ച് പ്രായശ്ചിത്തം ചെയ്ത് പ്രാർത്ഥിക്കുക. പ്രായശ്ചിത്തം, പ്രായശ്ചിത്തം, പ്രായശ്ചിത്തം. എൻ്റെ സഹോദര സഹോദരി, പ്രാർത്ഥനയുടെയും പരിത്യാഗത്തിൻ്റെയും അരൂപിയിലേക്ക് നമ്മൾ കടന്നു വരണം. ലോകമോഹങ്ങളെ, സുഖലോലുപതകളെ വിട്ടുകളഞ്ഞ് നമുക്ക് അർഹതപ്പെട്ട സന്തോഷങ്ങൾ പോലും ഉപേക്ഷിച്ച് അത് കൃപയായി സ്വീകരിച്ച് ലോകത്തിന്റെ വിശുദ്ധീകരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. പരിശുദ്ധം ഇപ്രകാരം വീണ്ടും സാക്ഷ്യപ്പെടുത്തി, പ്രാർത്ഥിക്കുക, വളരെയേറെ പ്രാർത്ഥിക്കുക, പാപികൾക്ക് വേണ്ടി പ്രായശ്ചിത്തം ചെയ്യുക. എന്തെന്നാൽ
വളരെയേറെ ആത്മാക്കൾ പ്രാർത്ഥിക്കാനും പരിഹാരം ചെയ്യാനും ആരുമില്ലാതെ നരകത്തിൽ നിബന്ധിക്കുന്നു. എന്താണ് പരിശുദ്ധ അമ്മയിലൂടെ സ്വർഗം നമുക്ക് നൽകുന്ന സന്ദേശം? പ്രാർത്ഥിക്കുവാൻ ആളുകൾ ഇല്ലാത്തത് കൊണ്ട് അനേകം ആത്മാക്കള് പരിത്യാഗം ചെയ്യുവാനും പ്രാശ്ചിത്തം ചെയ്യുവാനും മനസ്സില്ലാത്തത് കൊണ്ട്, സമർപ്പണമില്ലാത്തത് കൊണ്ട്, നമ്മുടെ അലസത മൂലം, നമ്മുടെ നിസ്സംഗത മൂലം അനേകം ആത്മാക്കള് നിത്യനരകത്തിൽ നിബന്ധിക്കുന്നു. ഇത് സ്വർഗത്തിന്റെ വേദനയാണ്. പ്രിയ ദൈവമക്കളെ, ഈ സത്യം തിരിച്ചറിഞ്ഞ് സുഖലോലുപതയുടെ ആത്മാവിനെ വിട്ടുകളഞ്ഞ് ലോകത്തിന് സകല വെറിക്കുത്തുകളെയും വിട്ടുപേക്ഷിച്ച് പരിത്യാഗത്തിന്റെ അരൂപിയിലേക്ക് കടന്നു വരുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. വലതുകരം ഉയർത്തി നമ്മൾ ഒരിക്കൽ കൂടെ പാടി പ്രാർത്ഥിക്കുന്നു. ആവേ ആവേ അമ്മേ അമ്മേ അമലേ അമലേ മരിയേ, അമലേ അമലേ മരിയേ, അമലേ അമലേ മരിയേ. അടുത്ത ആഴ്ചയിൽ ഇതിനോട് ബന്ധത്തിൽ നമുക്ക് വീണ്ടും കർത്താവിൻ്റെ വചനത്തെ ശ്രവിക്കാം. നിങ്ങൾ അനേകരോട് ഈ മെസ്സേജ് പറയണം. ഒരുപാട് വ്യക്തികളെ നിങ്ങൾ ഈ ശുശ്രൂഷയിലേക്ക് കൂട്ടിക്കൊണ്ടുവരണം. വ്യക്തിപരമായ നമ്മുടെ നിയോഗങ്ങളെയും നമ്മുടെ കുടുംബത്തിൻ്റെ സകല ആവശ്യങ്ങളെയും നമ്മെ ഓരോരുത്തരെയും കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. സ്നേഹത്തൂവാല കൊണ്ടു തുടയ്ക്കാം എൻ്റെ ഈശോയെ നിൻ പൂമുഖം, സ്നേഹപ്പൂമാല ഞാൻ കൊരുക്കാം ഈശോയെ. പരിശുദ്ധ കുർബാനയായി ഞങ്ങളുടെ മധ്യേ കടന്നു വന്ന തിരു സാന്നിധ്യത്തെ ഓർത്ത് നന്ദി പറയുന്നു. ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിച്ചു മറിയം സ്വർഗത്തിന്റെ ശബ്ദം. കഴിഞ്ഞ ആഴ്ചയിലും ഇതിനോടുള്ള ബന്ധത്തിൽ കർത്താവിന്റെ ആത്മാവ് നമ്മോട് സംസാരിക്കുകയായിരുന്നു. പരിശുദ്ധ മറിയത്തിലൂടെ ഇന്നോളം നമുക്ക് നൽകപ്പെട്ട എല്ലാ നന്മകൾക്കായി നമുക്ക് നന്ദി പറയാം. പരിശുദ്ധ മറിയത്തിലൂടെ സ്വർഗം നൽകിയിരിക്കുന്ന എല്ലാ സന്ദേശങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ജീവിതങ്ങൾ കൂടുതൽ വിശുദ്ധീകരിക്കപ്പെടുവാൻ, മാനസാന്തര അനുഭവത്തിൽ കൂടുതൽ ആഴപ്പെടുവാൻ ഈ ആരാധനയുടെ അത്ഭുത നിമിഷങ്ങളിൽ ആഗ്രഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ സഹോദര സഹോദരി, നിന്റെ ആവശ്യങ്ങൾ എന്തുമാവട്ടെ, ദിവികാന സന്നിധിയിൽ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. അനേകം കൃപാവരങ്ങളാൽ കർത്താവ് നമ്മൾ അലങ്കരിക്കുന്ന സമയം ഇരുകരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി നമ്മൾ ഒരുമിച്ച് സ്തുതിച്ചു പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. തിരുരക്തത്താൽ എന്നെ കഴുകണമേ, തിരുച്ചോരത്തുള്ളിയ കഴുകണമേ, തിരുരക്തത്താലേ തിരുച്ചോരയാലേ പരിശുദ്ധ മറിയത്തിലൂടെ ഞങ്ങൾക്ക് നൽകപ്പെട്ട സന്ദേശങ്ങൾ സ്വന്തമാക്കിക്കൊണ്ട് ഞങ്ങളുടെ ജീവിതം കൂടുതൽ വിശുദ്ധീകരിക്കുവാൻ, ആത്മരക്ഷയിൽ വളരുവാൻ, അനേകരുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, പരിത്യാഗങ്ങൾ എടുക്കുവാൻ, സഹനങ്ങൾ കൃപകളായി ഏറ്റെടുക്കുവാനുള്ള അഭിഷേക നിറവ് നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, കരങ്ങൾ നീട്ടി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവേ, കരങ്ങൾ നീട്ടി ഞങ്ങളെ സുഖപ്പെടുത്തണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെ വിശുദ്ധീകരിക്കണമേ. തിരിച്ചോരയാൽ ഞങ്ങൾ ഓരോരുത്തരെയും കഴുകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദി കർത്താവേ, നന്ദി കർത്താവേ. പരിശുദ്ധ മറിയത്തിലൂടെ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സന്ദേശങ്ങളെ ഓർത്ത്, അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു. താങ്ക് യു, താങ്ക് യു ജീസസ്. യേശുവേ നന്ദി, യേശുവേ സ്തുതി. അടുത്ത ആഴ്ചയിൽ ദൈവവചനം നമ്മൾ ധ്യാനിക്കുന്നത് മറിയം സ്വർഗത്തിന്റെ ശബ്ദം. ഈ ശുശ്രൂഷയിലേക്ക് പ്രാർത്ഥിച്ചൊരുങ്ങി നമുക്ക് എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ കടന്നു വരാം. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ രാജാവേ, മഹത്വത്തിൻ സാന്നിധ്യം, മഹത്വമേ മഹത്വമേ
മഹത്വമേ മഹത്വത്തിൻ കർത്താവേ മഹത്വത്തിൻ സാന്നിധ്യം മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ രാജാവേ മഹത്വത്തിൻ സാന്നിധ്യം മഹത്വമേ മഹത്വമേ